ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ഓൾ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ള ലെൻസ് മേക്കേഴ്സ് ഫോർമുല. യഥാർത്ഥത്തിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞത്. ഫോർമുല ഏതാന്നൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതിന്റെ വ്യത്യസ്ത കേസുകളും അതുപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷനുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിലേക്ക് കിടക്കുന്ന സമയത്ത് മിറർ മേക്കേഴ്സ് ഫോർമുല എന്ന പേരിൽ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ, അങ്ങനെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ ആരെങ്കിലും മിറർ മേക്കേഴ്സ് ഫോർമുല എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടത് ആരെന്നറിയോ? ആരാണ്? F=R/2. അങ്ങനെ നമ്മൾ മിറർ മേക്കേഴ്സ് ഫോർമുല എന്നുള്ള ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ആരെങ്കിലും വിളിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷനെ വിളിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷനാണ് ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്ഫെരിക്കൽ മിറർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നത് ഈ ഇക്വേഷനാണ്. ഇപ്പോൾ മിറർ ഫോർമുലയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് 1/f=1/v + 1/u. അത് ഞാൻ ചോദിക്കാൻ നിങ്ങൾ യു ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിന് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ എന്താ പറയാം? യു ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിലല്ല ചേഞ്ച് സംഭവിക്കുക. കറസ്പോണ്ടിങ് ചേഞ്ച് എവിടെ ഉണ്ടാവുക? ഇമേജ് ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ് മാറുക. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്ഫെരിക്കൽ മിറർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ബോത്ത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ്. ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്ഫെരിക്കൽ മിറർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ സറൗണ്ടിങ് മീഡിയം. കാരണം ഒരു മിററിനെ നിങ്ങൾ എയറിൽ എന്ത് ഫോക്കൽ ലെങ്ത് ആണോ ഉള്ളത് അതേ ഫോക്കൽ ലെങ്ത് തന്നെ ആയിരിക്കും അതിനെ വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്താലും നമുക്ക് കിട്ടുക. വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് എ മിറർ ചേഞ്ച് ചെയ്യില്ല. ബിക്കോസ് ഫോക്കൽ ലെങ്ത് ഓഫ് എ മിറർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി നമുക്ക് ലെൻസിലേക്ക് വരാം. അപ്പൊ ലെൻസ് മേക്കേഴ്സ് ഫോർമുല അപ്പൊ ലെൻസിനെ മേക്ക് ചെയ്യുന്ന ആള് ശ്രദ്ധിക്കേണ്ട ഇക്വേഷൻ ആണ് അല്ലെ. എന്താണത്? 1/f=n2 ഡിവൈഡഡ് ബൈ n1 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. എന്താണ് n2 എന്ന് പറയുന്നത്? n2 എന്ന് പറഞ്ഞത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ലെൻസ് ആണ്. n1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സറൗണ്ടിങ് മീഡിയം. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ സറൗണ്ടിങ് മീഡിയം എയർ അല്ലെങ്കിൽ വാക്വം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സിംപിളി നമ്മൾ എന്താക്കും? 1/f=n-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്ന രീതിയിൽ നമ്മൾ എഴുതും. ഓക്കെ അല്ലേ? കാരണം സറൗണ്ടിങ് മീഡിയം എയർ ആണ് അല്ലെങ്കിൽ വാക്വം ആണ്. വാക്വത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. അപ്പൊ പിന്നെ n1 ആയി പോയി. പിന്നെ n2 എന്ന് പറയേണ്ട ആവശ്യമില്ല, എന്ന് പറഞ്ഞാൽ മതി, വിച്ച് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ലെൻസ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ മിററിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മിററിന്റെ ഫോക്കൽ ലെങ്ത് സറൗണ്ടിങ് മീഡിയത്തിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് സറൗണ്ടിങ് മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ n1 എന്ന് പറഞ്ഞാൽ ലെൻസിനെ സറൗണ്ട് ചെയ്ത മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ അല്ലേ? അതുപോലെ മിററിന്റെ കേസിലുള്ള പോലെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വേറെയും പലതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് 1/1 ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ ഒന്നുകൂടെ കാണാം. 1/f=n2 divided by n1 minus 1 into 1/r1 minus 1/r2. പ്രത്യേകം ശ്രദ്ധിക്കുക, n2 എന്ന് പറഞ്ഞത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ലെൻസ്, n1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സറൗണ്ടിങ് മീഡിയം. ഓക്കെ അല്ലേ? when the surrounding medium is air or vacuum, then നിങ്ങൾക്ക് equation will reduce to the form 1/f=n-1 into 1/r1 minus 1/r2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ, പക്ഷെ പവർഫുൾ ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന്. പിന്നെ ഈ ഇക്വേഷനെ ഒപ്റ്റിക്സിലുള്ള വ്യത്യസ്ത ഇക്വേഷൻസിനെ പറ്റി നമുക്കറിയാം. ഒപ്റ്റിക്സിൽ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ ഇക്വേഷന്റെ ഡെറിവേഷനിലും നമ്മൾ എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്? സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഐ വിൽ എക്സ്പ്ലെയിൻ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് എന്തിനാണ് നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നത്? സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നതോടുകൂടി ഇക്വേഷൻ ജനറലൈസ് ചെയ്യപ്പെട്ടു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു കോൺവെക്സ് ലെൻസ് വരച്ചിട്ട് അതിന്റെ കേസിലാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്തതെങ്കിൽ
സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് കോൺവെക്സ് ലെൻസിന് മാത്രമേ പറ്റുള്ളൂ. എന്നാൽ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നതോടുകൂടി അത് കോൺവെക്സ് ലെൻസിനും കോൺകേവ് ലെൻസിനും പ്ലാനോ കോൺവെക്സ് ലെൻസിനും പ്ലാനോ കോൺകേവ് ലെൻസിനും എല്ലാ സ്ഫെരിക്കൽ ലെൻസസിനും അത് അപ്ലിക്കബിൾ ആയി. അപ്പൊ ഇക്വേഷനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ കേസിൽ കറക്റ്റ് അതിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടണം. അതിനെന്ത് ചെയ്യണം? ഒരിക്കൽ കൂടെ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഈസ് ഡിറൈവ്ഡ് ഹിയർ ഇൻ ദ കേസ് ഓഫ് കോൺവെക്സ് ലെൻസ് ഫോമിംഗ് റിയൽ ഇമേജ്. ഓക്കെ, അപ്പൊ നോക്കൂ, സാധാരണഗതിയിൽ നമ്മൾ കോൺവെക്സ് ലെൻസ് ഇവിടെ ഡെറിവേഷൻ ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ നോർമലി നമ്മളൊരു കോൺവെക്സ് ലെൻസ് വരച്ചിട്ട് കോൺവെക്സ് ഓർ കോൺകേവ് ലെൻസ് വാട്ട് എവർ ഇറ്റ് ഈസ്, ഓരോരുത്തർക്ക് അവരുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം. അപ്പോ കോൺവെക്സ് ലെൻസ് വരച്ചിട്ട് നമ്മൾ അതിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ബട്ട് സിൻസ് സൈൻ കൺവെൻഷൻ ഈസ് അപ്ലൈഡ്, അതായത് ഡ്യൂറിങ് ഡെറിവേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇവിടെ ഡെറിവേഷൻ കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തതുകൊണ്ട് ഇറ്റ് ഈസ് ഈക്വലി അപ്ലിക്കബിൾ ടു കോൺകേവ്, കോൺവെക്സ്, പ്ലാനോ കോൺകേവ് എക്സെട്ര ലെൻസസ് ഫോമിംഗ് റിയൽ ഓർ വെർച്വൽ ഇമേജസ്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇനി ഇതിനെപ്പറ്റി ഒരുപാട് കഥ പറയലല്ല, ഇതിന്റെ ഓരോ കാര്യവും മനസ്സിലാക്കാൻ ഓരോ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസുകൾ നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം ക്യുവറ്റിന്റെ പ്രീവിയസ് എക്സാമുകളിൽ 2024, 2023ലെയും അതിനു മുമ്പും വന്നിട്ടുള്ള ഈ ഭാഗത്തു നിന്ന് ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ റേഡിയസ് ഓഫ് കർവച്ചർ ഓഫ് ഈച്ച് ഫേസ് ഓഫ് എ ബൈകോൺകേവ് ലെൻസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഈസ് 30 സെന്റിമീറ്റർ. എന്ന് വെച്ചാൽ രണ്ടിനും ഒരേ റേഡിയസ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. രണ്ടും 30 സെന്റിമീറ്റർ. ബൈകോൺകേവ് ലെൻസ് ആണ്. ബൈകോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ ഇയാളുടെ റേഡിയസ് ഇങ്ങോട്ടാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ. ആൻഡ് ഇതിന്റെ റേഡിയസ് അങ്ങോട്ട് വരും, അതും 30 സെന്റിമീറ്റർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിൽ ചെക്ക് ചെയ്യുന്നത് എന്താ? നമുക്ക് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയുമെന്ന് മാത്രം ചെക്ക് ചെയ്യുന്നത്. റെഡി അല്ലേ? അപ്പൊ നോർമലി നമ്മൾ എന്താ എഴുതുക? 1/f ഇസ് ഈക്വൽ ടു, ഇവിടെ n-1 മതി, ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്ന ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കൂ, 3/2 1.5 മൈനസ് 1 ഇൻറ്റു ഇവിടെ 1/30 മൈനസ് 1/30 എന്ന് എഴുതി കഴിഞ്ഞാൽ പോയി. കാരണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 0 കിട്ടും, ഇവിടെ 0 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/f = 0 എന്നുള്ള ആൻസർ കിട്ടുക. പക്ഷെ അങ്ങനെയാണോ? അല്ല, നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കൂ. ഈ ഭാഗം നോക്കൂ, നിങ്ങൾ ഇവിടെ നോക്കൂ, ഇങ്ങോട്ടല്ലേ? കാരണം ലൈറ്റ് റേസ് ഇവിടുന്ന് അങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് വരുന്നു എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ റേഡിയസ് നോക്കുക, അവിടുന്ന് എഗെയിൻസ്റ്റ് ദ ഇൻസിഡന്റ് റേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നെഗറ്റീവ് എടുക്കണം. നെഗറ്റീവ്, therefore this is -1/30. ഇത് ഇക്വേഷനിലെ മൈനസ്. ദെൻ ഇവിടെയോ, ഇവിടെ നോക്കൂ, ലൈറ്റ് റേ ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടെ റേഡിയസ് ഇവിടുന്ന് അങ്ങോട്ട്, along the direction of the incident ray ആണ്. അതുകൊണ്ട് പോസിറ്റീവ് എടുക്കാം. അപ്പൊ നമുക്ക് 1/30 കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഇവിടെ LCM എന്താ? LCM 30 -1 ദാറ്റ് ഈസ് -2. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/30. Therefore f is equal to what you will get? -30 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ കോൺകേവ് ലെൻസ്. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആകണം. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫിനിഷ്ഡ്, സിമ്പിൾ. അപ്പൊ ഇത് ജസ്റ്റ് നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The radii of curvature of the faces of a double convex lens are 10 centimeter and 15 centimeter. 15, yes, 10 and 15. Focal length 12, refractive index എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ റിവേഴ്സിലി ചോദിച്ചതാണ്. Therefore again 1/f is equal to n-1. വേറെ സറൗണ്ടിങ് മീഡിയത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അപ്പൊ നമുക്ക് n-1 മതി. ഓക്കെ, ഫോക്കൽ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് 12 ആണ്. n ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, n ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. റേഡിയസ് നോക്കൂ, ഇവിടെ കോൺവെക്സ്, ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ആദ്യത്തെ റേഡിയസ് അങ്ങോട്ട് പോസിറ്റീവ് എടുക്കുക, ഇതങ്ങോട്ട് നെഗറ്റീവ് എടുക്കുക. അത് തിരിച്ചെടുത്താലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ, കാരണം ആദ്യം 10n എടുക്കൽ നിർബന്ധമുണ്ടോ? അങ്ങനൊന്നുമില്ല. അപ്പൊ ഇവിടെ ഫസ്റ്റില് നമുക്ക് എന്ത് കിട്ടും? 1/10 മൈനസ് 1/15. ആ ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു LCM നമുക്ക് 30 എടുക്കാം. അപ്പൊ 3 + 2 എന്ന് കിട്ടി അല്ലേ? 3 + 2.
Therefore n minus 1 ഞാൻ അവിടെ ഒറ്റക്ക് നിർത്തി. ബാക്കി നോക്കി ഇവിടെ ആരാളുള്ളത്? ഇവിടെ 1/12 ഉണ്ട് ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 5. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/12 ഇൻറ്റു 6 എന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ആണ്. Therefore n is equal to 1 plus half, that is equal to 3/2 or 1.5 is the final answer. 1.5. Simple question. Okay. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ക്യൂറ്റിന് ചോദിച്ചതെന്നുള്ളത് നമുക്ക് ഉടനെ കാണാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺവെക്സ് ലെൻസ്. Convex surface of a plano convex lens whose focal length is 0.3 meter and the refractive index of the material of the lens is 1.5. Yes, again നോക്കൂ, ഇവിടെ പ്ലാനോ കോൺവെക്സ് ലെൻസ് ആണ്. പ്ലാനോ കോൺവെക്സ് ലെൻസ് പ്ലെയിൻ സർഫേസിന്റെ റേഡിയസ് എന്താ? ഇൻഫിനിറ്റി ആണ്. Therefore 1/f is equal to focal length ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് 0.3 മീറ്റർ. ഓക്കെ, 0.3 മീറ്റർ. That is equal to n minus 1, 1.5 minus 1 into നോക്കൂ, പ്ലെയിൻ സർഫസിന്റെ റേഡിയസ് ഇൻഫിനിറ്റി ഞാൻ പറഞ്ഞു, അതുകൊണ്ട് 1/∞ മൈനസ്, പിന്നെ നോക്കൂ ഇയാളെ ഫോക്കൽ റേഡിയസ് ഇങ്ങോട്ടല്ലേ, ലൈറ്റ് റേസ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് നെഗറ്റീവ് ആണ്, -1/r. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 1/∞ 0, അപ്പോൾ ഇൻറ്റു 1/r എന്ന് കിട്ടുന്നു. r is equal to നിങ്ങൾക്ക് എന്താ കിട്ടുക? 0.3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 0.3 ഡിവൈഡഡ് ബൈ 2. അപ്പൊ സെന്റിമീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ അത്രയും മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. അത്രയും മീറ്റർ എന്ന് പറഞ്ഞാൽ 0.15 മീറ്റർ, വിച്ച് ഈസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ എന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Convex lens of focal length 0.2 meter and made of glass immersed in water. Find the new focal length. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് ഓവറോൾ ആ ഇക്വേഷന്റെ സബ്സ്റ്റിറ്റ്യൂഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഹൗ ടു ഹാൻഡിൽ ദ ഇക്വേഷൻ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സൈൻ കൺവെൻഷൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയോ എന്നാണ് ശരിക്കും ചെക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ കാര്യം മാറി. ഇവിടെ സറൗണ്ടിങ് മീഡിയം വരുന്നുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞു കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് ഇത്രയാണ് എന്ന് വെച്ചാൽ അത് എയറിലാണെന്ന് നമുക്ക് മനസ്സിലായി. എയറിലാണ് അല്ലെങ്കിൽ വാക്വത്തിലുള്ള ഫോക്കൽ ലെങ്ത് 0.2 മീറ്റർ ആണ്. ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയാണ്. ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ എന്ന് പറയുന്നു. അപ്പോൾ ഉള്ള ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്യാം, എയറിലുള്ള ഫോക്കൽ ലെങ്ത് നമുക്ക് ആദ്യം എഴുതാം. അതായത് FA എന്ന് ഞാൻ ഇതിന്റെ പേര് കൊടുക്കുകയാണ്. അത് 0.2 മീറ്റർ എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇക്വേഷൻ എന്തായിരിക്കും? 1/FA is equal to n minus 1 into 1/r1 minus 1/r2. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. n is 3/2 minus 1 into ഈ ഭാഗത്ത് നമുക്ക് ഒരു ഇൻഫർമേഷനും ക്വസ്റ്റ്യനിലില്ല, നമ്മൾ അതുപോലെ അതിനെ റീറ്റെയിൻ ചെയ്തു. ക്ലിയർ? ഓക്കെ, ഞാൻ FA നെ FA എന്ന് തന്നെ കൊടുക്കണം. Or you will get 1/FA is equal to half into 1/r1 minus 1/r2. Let it be equation number 1. Okay. Now വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യാം. വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെ FW എന്ന് കൊടുക്കുകയാണ്. ഇപ്പൊ സറൗണ്ടിങ് മീഡിയം മാറി, അതുകൊണ്ട് നമുക്ക് n-1 എന്നുള്ള ഇക്വേഷൻ പോരാ. പിന്നെ n2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ് ആണ്. Refractive index of the lens divided by refractive index of the surrounding medium -1 into 1/r1 minus 1/r2. That is equal to ഇത് എത്രയാണ്? 3/2 divided by 1.33 എന്ന് പറഞ്ഞാൽ 4/3 -1 into 1/r1 minus 1/r2. കാരണം റേഡിയസുകളൊന്നും മാറാൻ പോകുന്നില്ല. വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോഴും സെയിം റേഡിയസ് തന്നെ. വാട്ട് ഈസ് ദിസ്? നോക്കൂ, ഇത് എത്ര കിട്ടാം? അപ്പൊ 3/2 ഇൻറ്റു 3/4 എന്ന് വരും. അപ്പൊ 9/8 എന്ന് കിട്ടി. 9/8 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/8 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇക്വേഷൻ നമ്പർ 2 എന്നായി. ഇക്വേഷൻ നമ്പർ 2. ദിസ് ഈസ് 1/FW. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇവ തമ്മിൽ നമ്മൾ സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ പെട്ടെന്ന് കിട്ടും. ഞാൻ നോക്കൂ, ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 കൊടുക്കുക. 1/FA ഇൻറ്റു FW എന്ന് കിട്ടും. 1/r1 മൈനസ് 1/r2 കട്ട്, ക്യാൻസൽഡ്.
ബാക്കി ആരുള്ളത്? ബാക്കി 1/2 into 8/1. Ready? That means FW is equal to 4 times FA എന്ന് നമുക്ക് കിട്ടി. FW equal to 4 times FA. റെഡി? നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 0.2 which is equal to 0.8 meter is the final answer. അപ്പോൾ നമുക്കപ്പോൾ ഈ ഇക്വേഷൻ മാത്രം പോരെ എന്ന് ചോദിച്ചാൽ, ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. FW എന്ന് പറഞ്ഞാൽ 4 times FA ആണ്. പ്രൊവൈഡഡ്, ശ്രദ്ധിക്കണം, പ്രൊവൈഡഡ്. കാരണം ഈ ഇക്വേഷനിൽ നമുക്ക് എപ്പോഴാണ് ഈ ഇക്വേഷൻ കിട്ടിയത് നോക്കൂ. ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2 അല്ലെങ്കിൽ 1.5ഉം വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 അല്ലെങ്കിൽ 4/3 ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5ഉം വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 ആണെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്ത് സമയം കളയണ്ട. യു ക്യാൻ ഡയറക്ട്ലി മേക്ക് യൂസ് ഓഫ് ദിസ് ഇക്വേഷൻ. FW is equal to 4 times FA. നേരിട്ട് അപ്ലൈ ചെയ്യാം, ഒറ്റയടിക്ക് ആൻസർ. ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ വിളിച്ചു പറയാം. ഇനി അതല്ല, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് 1.4 ആണ് തന്നത്, അല്ലെങ്കിൽ 1.6 ആണ് ഇവിടെ തന്നത്. ഇവിടെ 1.33ക്ക് പകരം 1.4 അല്ലെങ്കിൽ 1.25 എന്നൊക്കെയാണ് നമുക്ക് തന്നതെങ്കിൽ എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം? ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ ഇവിടെ ചെയ്തത് ഇതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്താം. അപ്പൊ വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, ഗ്ലാസിന്റെ 1.5ഉം വാട്ടറിന്റെ 1.33 തന്നാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നേരിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാവുന്നതാണ്. യെസ്, നൗ ദ നെക്സ്റ്റ് പ്രോബ്ലം. യെസ്, ലെൻസിന്റെ കട്ടിംഗ് ആണ്. നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പോകണം. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഈച്ച് സർഫസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് എത്ര പറഞ്ഞത്? 20 centimeter ആൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് 3/2. ഓക്കെ, കാൽക്കുലേറ്റ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഫോക്കൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഫോക്കൽ ലെങ്ത് എങ്ങനെ നമുക്ക് ഇതാ? അപ്പൊ ബേസിക്കലി നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അതിൽ വേറെ ഒന്നുമില്ല. അതായത് ഇത് ബിഫോർ കട്ടിങ്ങിന്റെ കേസാണ്. അപ്പൊ ഇതിൽ 2-3 കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. 1/1 ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകും. ആദ്യത്തെ പാർട്ടിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. 1/f is equal to n-1. അപ്പൊ 1.5 - 1 into 1/20 minus 1/20. That is equal to half into 2/20 എന്ന് കിട്ടും, equal to 1/20, or focal length f is equal to 20 centimeter എന്ന ആൻസർ നമുക്ക് കിട്ടുക. ഫോക്കൽ ലെങ്ത് f is equal to 20 centimeter. ഓക്കെ, എന്നാൽ ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇഫ് ദിസ് ഈസ് കട്ട് അലോങ് ദ പ്ലെയിൻ AB, അലോങ് AB നോക്കൂ, ലെൻസിനെ കട്ട് ചെയ്തു, AB കട്ട് ചെയ്തു, വാട്ട് വിൽ ബി ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഈച്ച് ഫേസ് ഓഫ് ദ ടു ഹാഫ്സ് സോ ഫോംഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കൂ, ലെൻസിനെ നമുക്ക് കട്ട് ചെയ്യണം. എലോങ് AB കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെയല്ലേ കിട്ടുക. എലോങ് AB നമ്മൾ കട്ട് ചെയ്താൽ ഒരു പീസ് എടുത്താൽ നമുക്ക് ഈ രൂപത്തിലുണ്ടാവും. ആ സമയത്ത് ഫോക്കൽ ലെങ്ത്തിൽ ഞാൻ F' എന്ന് വിളിക്കാൻ പോവാ. F'. ഓക്കെ, ലെൻസ് മേക്കേഴ്സ്, നൗ ഇറ്റ് ഈസ് എ പ്ലാനർ കോൺവെക്സ് ലെൻസ്. എന്താ സംഭവിക്കുക നോക്കാം. ഫോക്കൽ ലെങ്ത്തിൽ മാറ്റില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ മാറ്റില്ല. 1.5 - 1 into 1/R1 എത്രയായി? ഇൻഫിനിറ്റി. കാരണം നേരത്തെ ഇത് നോക്കൂ, ഇതിപ്പോ ഇൻഫിനിറ്റി ആയി. ഇൻഫിനിറ്റി മൈനസ് 1/20. ശരിയല്ലേ? കാരണം ഇത് ഫോക്കൽ ലെങ്ത്, റേഡിയസ് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുക. യെസ്, അപ്പൊ -20. What you will get? Half into 1/20. That is equal to 1/40. F' is equal to 40 centimeter. നോക്കൂ, ബിഫോർ കട്ടിങ് എത്രയായിരുന്നു നമുക്ക് ഫോക്കൽ ലെങ്ത്? 20 centimeter. അപ്പൊ ഒരു ഇക്യു കോൺവെക്സ് ലെൻസിനെയോ ഇക്യു കോൺകേവ്, എന്താ ഇക്യു കോൺവെക്സ് ഇക്യു കോൺകേവ്? രണ്ട് ഭാഗത്തും ഒരേ റേഡിയസ് ആവുക. അപ്പൊ ഇക്യു കോൺവെക്സ് അല്ലെങ്കിൽ ഇക്യു കോൺകേവ് ലെൻസിനെ വേർട്ടിക്കലി നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈക്വലി 2 പീസാക്കി മാറ്റി കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് വിൽ ബി ഡബിൾഡ്. കാരണം 20 ഉള്ളത് എത്രയായിട്ട് മാറി? 40 ആയിട്ട് മാറി. അപ്പൊ ഇനി ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾ ഇത് ഓർത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇക്യു കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ഇക്യു കോൺകേവ് ലെൻസിനെ വേർട്ടിക്കൽ പ്ലെയിനിൽ നിങ്ങൾ ഈക്വൽ 2 ഹാഫ്സ് ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഈക്വൽ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് കിട്ടുക. പക്ഷെ ഈക്വൽ അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരു ഭാഗം നിങ്ങൾക്ക് പ്ലാനോ കോൺകേവ് എന്ന് കോൺവെക്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ലേശം കൂടെ ഇങ്ങോട്ട് കയറി നിൽക്കുന്ന ഒരു അവസ്ഥ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോക്കൽ ലെങ്ത് ഡബിൾ ആയിട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ലെൻസ് ഈസ് കട്ട് അലോങ് സി ഡി? അലോങ് സി ഡി കട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? യെസ്, അലോങ് സി ഡി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലോങ് സി ഡി അലോങ് സി ഡി കട്ട് ചെയ്താൽ എഫ് ഡബിൾ ഡാഷ് കൊടുക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ മാറ്റില്ല, ഉണ്ടോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറൂല. 1.5 മൈനസ് 1 ഇൻറ്റു 1/R1 1/20 തന്നെ. കാരണം ഇതിന്റെ റേഡിയസ് എത്ര? 20. ഒരു ഫുൾ സർക്കിളിന്റെ റേഡിയസ് 20 ആണെങ്കിൽ അതിന്റെ സെമി സർക്കിളിന്റെ റേഡിയസ് എന്താ? 20. അതിന്റെ എത്ര ചെറിയ പീസ് എടുത്താലും അതിന്റെ റേഡിയസ് എത്ര? 20. Therefore 1/20 minus 1/20 minus that is equal to, you will get to 1/20 or f double dash is equal to 20 centimeter. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിങ്ങൾ കട്ട് ചെയ്താൽ ഫോക്കൽ ലെങ്ത്തിൽ മാറ്റമില്ല. ഫോക്കൽ ലെങ്ത് റിമെയിൻസ് ദ സെയിം. കാരണം ബിഫോർ കട്ടിങ് ഫോക്കൽ ലെങ്ത് എത്രയായിരുന്നു? 20 സെന്റിമീറ്റർ. ഈ രൂപത്തിൽ കട്ട് ചെയ്താലും ഫോക്കൽ ലെങ്ത്തിൽ, കാരണം റേഡിയസ് മാറുന്നില്ല, രണ്ട് ഭാഗത്തും റേഡിയസ് ചേഞ്ച് ചെയ്യുന്നില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നില്ല. Therefore you can expect the same focal length in this case. ഇവിടെയും നിങ്ങൾക്ക് സെയിം ഫോക്കൽ ലെങ്ത് എക്സ്പെക്ട് ചെയ്യാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് മെഷേർഡ് ആസ് FR when red light is used. അപ്പൊ റെഡ് ലൈറ്റിൽ ഫോക്കൽ ലെങ്ത് FR ആണ്. വയലറ്റ് ലൈറ്റിലോ? വയലറ്റ് ലൈറ്റില് ഫോക്കൽ ലെങ്ത് FV ആണ്. വിച്ച് ഈസ് ഗ്രേറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. അതോ രണ്ടും ഈക്വൽ ആണോ? ഒരേ ലെൻസ് കളറാണ് മാറ്റുന്നത്, അല്ലേ? കളർ മാറ്റുന്ന വെച്ചാൽ ലൈറ്റിന്റെ കളറാണ്. അതായത് ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഞാൻ റെഡ് ലൈറ്റ് ഉപയോഗിച്ച് മെഷർ ചെയ്തു, അപ്പൊ എനിക്ക് എന്താണ് കിട്ടുന്നത്? അതുപോലെ വയലറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്തു, അപ്പൊ എനിക്ക് കിട്ടുന്നത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? യെസ്, ഒബ്വിയസ്ലി 1/f is equal to n minus 1 into 1/R1 minus 1/R2. അപ്പൊ റേഡിയസിൽ ഒന്നും ഇവിടെ മാറ്റം വരാൻ പോകില്ല. നിങ്ങൾക്കറിയാം 1/f പ്രൊപ്പോർഷണൽ ടു n minus 1. 1/f പ്രൊപ്പോർഷണൽ ടു n minus 1 ആണല്ലോ. n minus 1. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, n കൂട്ടിയാൽ ഫോക്കൽ ലെങ്ത് എന്താവും? ഫോക്കൽ ലെങ്ത് പറയും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്താൽ ഫോക്കൽ ലെങ്ത് വിൽ ബി ഡിക്രീസ്ഡ്. റെഡി അല്ലേ? യെസ്, നമുക്കറിയാം ലാംഡ വയലറ്റ് ലെസ് ദാൻ ലാംഡ റെഡ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ് ആണ്. അങ്ങനെയെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാ കൂടുതൽ? വയലറ്റിന്. അപ്പോൾ വയലറ്റിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? കുറവ്. അപ്പോൾ FV less than FR is the final answer. FV less than FR. യെസ്, ഇനി നമുക്ക് ക്യുവറ്റിന്റെ PYQസിലൂടെ ഒന്ന് പോയി നോക്കാം. ആദ്യ ദിവസം നോക്കൂ. ഫോർ ഫിക്സ്ഡ് വാല്യൂസ് ഓഫ് റേഡിയൈ ഓഫ് കർവേച്ചർ ഓഫ് ലെൻസ്, പവർ ഓഫ് ദ ലെൻസ് വിൽ ബി. പവർ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് അല്ലേ? P is equal to 1/f ആണ്. ആൻഡ് 1/f എന്ന് പറഞ്ഞാലോ n minus 1 into 1/R1 minus 1/R2 from lens makers formula. Therefore you can say power proportional to n minus 1. ആ n-ന് പകരം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ മറ്റൊരു സിമ്പിൾ ആണെന്ത്? mu എന്ന് പറയുന്നത്. mu. Therefore the answer is P proportional to mu minus 1 is the right answer. എത്ര സിമ്പിളാ നോക്ക്. 2024 ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Arrange the following in increasing order of focal length of convex lens. Increasing order. FV focal length of violet, FX red, FB focal length for blue. Okay, അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. നമുക്ക് ലാംഡ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിബ്ജിയോർ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസിങ് ഓർഡറിലെ ചോദിച്ചേ. ഓക്കെ, ഇൻക്രീസിങ് ഓർഡർ. അപ്പൊ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു 1/n minus 1 ആണ്. റെഡിയാണല്ലോ? എഫ് പ്രൊപ്പോർഷണൽ ടു 1/n. അപ്പൊ n കൂടിക്കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. n ഏറ്റവും കൂടുതലായിരിക്കാം വയലറ്റിന്. അപ്പൊ വയലറ്റ് വേണം ആദ്യം വരാൻ. വയലറ്റ് നമ്പർ 1. പിന്നെയോ
പിന്നെ ആരൊക്കെ ഇവിടെ ഉള്ളത്? ബ്ലൂ, യെല്ലോ. ഓക്കെ. പിന്നെ അടുത്തത് ആരാ? ബ്ലൂ. ദെൻ നെക്സ്റ്റ് ആരാണ്? യെല്ലോ. നെക്സ്റ്റ് ആരാണ്? റെഡ്. റെഡിന് ഫോക്കൽ ലെങ്ത് കൂടുതൽ, ഇൻക്രീസിങ് ഓർഡർ. അപ്പോ എ കഴിഞ്ഞാൽ പിന്നെ സി വരണം, എ കഴിഞ്ഞാൽ സി, ദെൻ ഡി. ഓക്കെ, കറക്റ്റ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? കാരണം ഫോക്കൽ ലെങ്ത് ഓഫ് വയലറ്റ് ഈസ് ലെസ് ദാൻ ഫോക്കൽ ലെങ്ത് ഓഫ് ബ്ലൂ, which is less than focal length of yellow, which is less than focal length of red, because 1 by f proportional to n minus 1. Okay, ready. Next 2023 question. The radii of curvature of faces of a double convex lens are 20 and 30 centimeter. If the refractive index is 3/2, then focal length of the lens will be. വളരെ സിമ്പിൾ. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ 1 by f is equal to 3/2 minus 1 into 1 by കോൺവെക്സ് അല്ലേ ആണ്. സോറി, കോൺകേവ് ആണ്. കോൺകേവ് എന്ന് പറയുമ്പോൾ ഇതാ നമുക്ക് ഇത് നെഗറ്റീവ് എടുക്കാം, ഇയാളെ പോസിറ്റീവ് എടുക്കാം. -1/20 മൈനസ് അടുത്ത് പോസിറ്റീവ് ആണ്, ദാറ്റ് ഈസ് 1/30. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 60 LCM എടുത്തു. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? -3 - 2, ദാറ്റ് ഈസ് ഈക്വൽ ടു -5 divided by 120, or f is equal to -120 divided by 5, that is -24 centimeter is the final answer. മക്കളെ, കോൺകേവ് ലെൻസ് ആണ്, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ നെഗറ്റീവ് തന്നെ. ഇത്ര ബ്യൂട്ടിഫുൾ ആ. നോക്ക്, കിട്ടേണ്ട സാധനത്തിന് നമ്മൾ സൈന് ആദ്യമേ ഊഹിച്ച് അപ്ലൈ ചെയ്തത് സൈനോട് കൂടിയായിരിക്കും നമുക്ക് ഇത് കിട്ടുക. സെറ്റ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. Find the focal length of an equiconvex lens. Equiconvex lens whose each face has radius of curvature 12 cm, given refractive index 3/2. Exactly similar. വേറെ ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. Again 2023. Again നമ്മൾ ചെയ്യേണ്ടതില്ല. ശരിക്കും എത്രയാണ്? 3/2 ആകുമ്പോൾ n-1 എടുത്താൽ 1/2 അല്ലേ? 3/2 - 1, then 1/2 കോൺവെക്സ് ആണ്. കോൺവെക്സ് ആദ്യത്തെ പോസിറ്റീവ്. അപ്പോൾ 1/12 minus 1/12. Therefore you will get half into 2/12 എന്ന് കിട്ടും. Or f is equal to 12 centimeter. It's a convex lens. The focal length is positive. Now see the next question. The radii of curvature of faces of a double concave lens അത് 20 and 30 centimeter. If refractive index 3/2, focal length എന്താണ്? നമ്മൾ നേരത്തെ സിമിലർ ക്വസ്റ്റൻ ഒരുപാട് ചെയ്തു. കോൺകേവ് ലെൻസ് ആണ്. Therefore 1 by f is equal to n-1. അപ്പൊ 3/2 - 1 into 1 by ആദ്യം നോക്കൂ, റേഡിയസ് ഓഫ് കർവേച്ചർ നെഗറ്റീവ് ആയി, -1/20 minus 1/30. Therefore half into LCM നമുക്ക് 60 എടുക്കാം, -3 - 2. Therefore you will get f is equal to -120 divided by 5. That is -24 centimeter is the final answer. Answer ഇല്ലേ? Yes, option 2 is correct. Option 2 is the right answer. 2023 question കേട്ടോ. നെക്സ്റ്റ് നോക്കൂ. Find the focal length of an equiconvex lens whose each face has a radius of curvature 12 centimeter. Yes, similar question 2023 വേറെ ഷിഫ്റ്റിലെ ക്വസ്റ്റൻ ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ഇക്വികോൺവെക്സ് ലെൻസ് ആണ്. ഇക്വികോൺവെക്സ് ലെൻസ് അപ്പോൾ രണ്ടിന്റെയും റേഡിയസ് ഈക്വൽ ആണ്. ഇക്വികോൺവെക്സ് ലെൻസ് ആണ്. ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by f is equal to n-1 ഹാഫ് ആയി ഇൻറ്റു 1/12 ആണ് അല്ലേ. 1/12 minus -1/12. സൈൻ കൺവെൻഷൻ മറക്കല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 1/2 into 2/12 എന്ന് കിട്ടി. ഓർ എഫ് ഇസ് ഈക്വൽ ടു 12 centimeter. യെസ്, ഇറ്റ് ഈസ് പോസിറ്റീവ്. കാരണം കോൺവെക്സ് ലെൻസ് ആണ്, പോസിറ്റീവ് ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, മാച്ച് ദ ഫോളോയിങ്. ഡബിൾ കോൺവെക്സ് ലെൻസ്, പ്ലാനോ കോൺവെക്സ് ലെൻസ്, ഡബിൾ കോൺകേവ് ലെൻസ്, പ്ലാനോ കോൺകേവ് ലെൻസ്. ഓരോന്നിന്റെ കേസിലുള്ള ലെൻസ് മേക്കേഴ്സ് ഫോർമുല എങ്ങനെ മാറും എന്നാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, നമുക്ക് ആദ്യം ഡബിൾ കോൺവെക്സ് ലെൻസ് എടുക്കാം. ഡബിൾ കോൺവെക്സ് ലെൻസ് 1/f ഈസ് ഈക്വൽ ടു, ഇവിടെ എല്ലാ n നോക്കൂ, എൻ ജി എന്ന് പറഞ്ഞാൽ ആരാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. അത് എയർ നമ്മളിവിടെ 1 ആക്കി എടുക്കുന്നു എന്ന് വെച്ചാൽ നമ്മളെ എന്നിനാണ് ഇവിടെ എൻ ജി എന്ന് കൊടുത്തത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. നോക്കടാ, എൻ ജി എ എന്ന് പറഞ്ഞാൽ എൻ ജി ഡിവൈഡഡ് ബൈ എൻ എ ആണ്. ഓക്കെ അല്ലേ? യെസ്, ഇതാണ് സാധനം. അതാണ് നമ്മൾ എൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ 1/f ഈസ് ഈക്വൽ ടു, ഞാൻ സിംപിളി n എഴുതുക, n-1 ഇൻറ്റു 1/r മൈനസ് 1/r. അപ്പൊ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു 2/r. Therefore, you will get f is equal to r divided by 2 into n-1. Yes, ഒന്നാമത്തെ കിട്ടി. അപ്പോ r divided by 2 into n-1. Yes, this is a. ഇത് a ആണ്. ഫസ്റ്റ് ഇത് റെഡി അല്ലേ? യെസ്. അടുത്ത് നോക്കൂ, പ്ലാനോ കോൺവെക്സ് ലെൻസ് ആണ്. പ്ലാനോ കോൺവെക്സ് ലെൻസ് പറഞ്ഞാൽ ഇങ്ങനെ. അപ്പൊ ഈ കേസിൽ എന്ത് കിട്ടും? 1/f is equal to n-ൽ മാറ്റില്ല, n-1 ഇൻറ്റു പ്ലെയിൻ സർഫസ് ഇൻഫിനിറ്റി മൈനസ് 1/r. കണ്ടോ? മൈനസ്, 2 മൈനസ് ആയി. Therefore, you will get f is equal to, here f is equal to എന്ത് കിട്ടും? r divided by n-1. r divided by n-1. അങ്ങനെയല്ലേ? r divided by n-1. Yes. f is equal to r divided by n-1. അതും കിട്ടി. നെക്സ്റ്റ് അടുത്തത് എന്താണ്? അടുത്തത് ഡബിൾ കോൺകേവ് ലെൻസ്. ഡബിൾ കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ ഡബിൾ കോൺകേവ് 1/f is equal to n-1 into minus 1/r minus 1/r positive. Therefore, n-1 into minus 2/r, or f is equal to minus r divided by 2 into n-1. അങ്ങനെ ഉണ്ടോ? minus 2 into n-1 with the negative sign. അപ്പൊ നെഗറ്റീവിനെ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? then you will get, then this will be f is equal to r divided by 2 into 1 minus n. അതുണ്ടോ? 2 into 1 minus n. r divided by 2 into 1 minus n. Yes, this is it. Option C അതാണ്. അത്. ഇനി ഒന്നുകൂടെ ഉണ്ട്, പ്ലാനോ കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ പ്ലാനോ കോൺകേവ്, പ്ലെയിൻ സർഫസ് ഇവിടെ കോൺകേവ്, ലൈക്ക് ദിസ്. അപ്പോൾ 1/f is equal to n-1 into 1/infinity minus 1/r, or f is equal to r divided by minus r divided by n-1, which is equal to r divided by 1 minus n. That is 1 minus n. That is option D. Yes. ഇനി നോക്കുക ഏതാ കറക്റ്റ് ഓപ്ഷൻ. എക്ക് 2 ആണ്. എക്ക് 2. യെസ്. പിന്നെ ബിക്ക് 3. This is okay. Then സിക്ക് 4. Yes. Option 2 is the right answer. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നോക്കൂ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള യെറ്റ് വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ വ്യത്യസ്ത സിമ്പിൾസ് നിന്ന് എങ്ങനെയൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളത് നമ്മൾ കണ്ടു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.